ആ ഇതാര് മല്ലികച്ചിയോ? ആ വരി ഇരിക്കി. മോൻ വന്നെന്ന് പറഞ്ഞേ അന്ന് വന്നെ നിരീച്ചതാ. പിന്നെ ഓരോരോ അസുഖങ്ങളായിട്ട് വരാൻ പറ്റില്ല. വയസ്സൊക്കെ ആയില്ലേ. മോന്റെ അടുത്ത വരവിന് മല്ലികേച്ചി ഉണ്ടാവോന്ന് അറിയില്ലല്ലോ. എന്റെ അടുത്ത വരവിന് മല്ലികച്ചി ഇതുപോലെ നടക്കുന്നുണ്ടാവും. നിങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കാര്യത്തിന് ദൈവം ആയുസ് നീട്ടിത്തരുന്നേ. കുറെ ആയുസ് ഉണ്ടായിട്ടെന്താ കാര്യം മോനെ? ഒരു 10 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ ആരോടെങ്കിലും ഇറക്കണം. പിന്നെന്താ, ഞാൻ എടുത്തോണ്ട് നടന്ന കുട്ടികൾ അതിലൂടെ ഒക്കെ ഉള്ളത്. അതൊരു സമാധാനം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഉള്ളതുകൊണ്ട് ഓണം പോലെ. മല്ലികച്ചി ചായ വല്ലതും കുടിച്ചോ? ചായ ഒക്കെ കുടിച്ചു മോനെ. ഞാനിപ്പോ വന്നതേ, ഇപ്പൊ ഓണൊക്കെ അല്ലേ, എല്ലാവർക്കും തിരക്കൊക്കെയാ. ആരോടും എങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് മോൻ വന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ വെയ്യാറ്റ് ഓടി വന്നത്. എന്താ അറിയോ, എനിക്കൊരു 500 ഉറുപ്പ്യന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ പണിക്കൊന്നും അങ്ങനെ പോവാനാവില്ല. മോന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നാ വലിയ ഉപകാരമാണ്. മല്ലികച്ചിനോട് ഞാൻ എങ്ങനെയാ ഇല്ലാന്ന് പറയാ? ഇപ്പൊ ശരിക്കും അതാ അവസ്ഥ. ഇതിപ്പോ മല്ലികച്ചിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാലോ എനിക്ക്. സത്യം പറഞ്ഞാല് ഗൾഫിൽ നിന്ന് ബിസിനസ്സൊക്കെ പൊട്ടി വന്ന ഒരാളാണ് ഞാൻ. ആരോടെങ്കിലും കടം ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടും പത്രാസും ഒക്കെ കാണുമ്പോൾ അവര് കരുതും ഇവനെന്തിനാ കടം ചോദിക്കുന്നത്, അതിന്റെ കാര്യമുണ്ടോ നോക്കെ. ഇനിയിപ്പം ഭാര്യേന്റെയോ മക്കളെയോ സ്വർണം പണം വെച്ചിട്ട് വേണം ഇപ്രാവശ്യത്തെ ഓണം കൂടാൻ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. വളരെ ദയനീയ എൻ്റെ അവസ്ഥ. സാരില്ല മോനെ, ഒക്കെ ശരിയാവും. എനിക്ക് കുറെ നേരം ഇങ്ങനെ ഇരിക്കാനാവില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. നല്ല മല്ലികച്ചല്ലേ പോന്നേ? എന്താ കേറാണ്ട് പോയേ? പാവം, ഇവിടെ അധികവും വരുന്ന വന്ന നിങ്ങളെ പറ്റി പറയാനേ സമയമുള്ളൂ. അല്ല മല്ലികച്ചി എന്തിനു വന്നേനു? ആ കടം ചോദിക്കാൻ വന്നാ? ഞാനില്ലെന്ന് പറഞ്ഞു. വേറെ പണിയില്ല, കടം കൊടുക്കാൻ. എന്നാലും എന്തിനാ ചേട്ടാ അവരോടൊക്കെ എങ്ങനെ? നിങ്ങൾ എന്നെ പലപ്പോഴും പറയില്ലേ ചെറുപ്പത്തിൽ നിങ്ങൾ എടുത്തുകൊണ്ട് നടന്ന കാര്യവും ഭക്ഷണം വരുത്തുന്ന കാര്യമൊക്കെ. ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഇവിടെ പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നിനക്ക് എന്തിന്റെ കാറ്റാർത്തിനെ? ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. അത് കടപ്പാടും കഷ്ടപ്പാടും പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ നിന്നാലേ അതിനെ സമയം കിട്ടൂ. ഗൾഫുകാരെ വീട്ടിലേ അങ്ങനെ പലരും വരും കടം ചോദിക്കാൻ. എന്ന് വെച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുക്കാനേ പണടിക്കുന്ന മിഷനൊന്നുമില്ല ഇവിടെ. കഷ്ടപ്പാടും ദുരിതവും പറയുന്ന ആൾക്കാർക്ക് കൊട പിടിക്കാൻ എന്നെ പോലത്തെ ഇവരല്ലാത്ത കുറെ എണ്ണു. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തേ ചെയ്യും. മല്ലികച്ചിയോ? വരി ഇരിക്കി. അർജുന, ആ മല്ലികച്ചി ഇപ്പൊ വരട്ടോ. ആ തള്ള വീണ്ടും വന്ന് കിരക്കാൻ പോയി കൊണ്ടുകൊടുത്തോ. മല്ലികച്ചി എന്താ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേ കയറ്. ഇപ്പൊ കേറില്ല മോളെ, പിന്നെ ഒരു ദിവസാവട്ടെ. മോളിപ്പൊ ഇതെടുത്ത് അകത്തേക്ക് വെക്ക്. ഇത് കുറച്ച് അരിയും സാധനമൊക്കെയാ. എന്റെ ഒക്കത്തിരുന്ന് ഞാൻ ഊട്ടി വളർത്തിയ എന്റെ മോന് നല്ലൊരു ഓണായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അതിന്റെ ഒരു സങ്കടം ഉണ്ട് എനിക്ക്. നിങ്ങൾക്കല്ലേ മറ്റുള്ളവരോട് ചോദിക്കാനുള്ള അഭിമാനക്കുറവുള്ളൂ. എനിക്ക് അന്നൊരു പ്രശ്നമില്ല. അപ്പുറത്തെ വീട്ടിലെ രാജനോടെ ഞാൻ പൈസക്ക് വെച്ചത്. ഓൻ അപ്പം തന്നെ എടുത്തുനിന്ന്. കൂലിപ്പണിക്കാരനാണെങ്കിൽ നല്ലവനാ. എന്തോരം ഞാൻ എടുത്തു നടന്ന ചെക്കനാണ്. ഇപ്പോഴും ആ സ്നേഹമുണ്ട്. ഓൻ തന്ന പൈസ കൊണ്ടാ ഞാൻ ഈ സാധനമൊക്കെ വാങ്ങി. ഇത് വാങ്ങിയപ്പോഴേക്ക് നിങ്ങൾ ഓർമ്മ വന്നത്. അതാ വേഗം ഇങ്ങോട്ട് പോകുന്നത്. ഓണായിട്ട് എൻ്റെ മോനും മക്കളൊക്കെ അവിടെ പട്ടിണി കിടക്കാൻ അറിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു വെള്ളം കുടിച്ച എൻ്റെ ചങ്കെന്ന് അറിഞ്ഞില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ പട്ടിണിയാണെന്ന് പണ്ടേ ശീല. നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ശീലമില്ലല്ലോ. പിന്നെ കുട്ടികളും ഇല്ലേ? മോളിത് പോയി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ എന്നാ വീട്ടിൽ പോട്ടെ. കണ്ടല്ലോ, ഇങ്ങനെയാണ് മനുഷ്യരെ തിരിച്ചറിയുന്നത്. കുറെ ഉണ്ടാക്കിയ കണക്കും പറഞ്ഞ് അതും കെട്ടിപ്പിടിച്ചിരുന്നാല് മനുഷ്യനാവില്ല. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മനസ്സ് വേണം. ഉള്ളത് കൊണ്ട് മനുഷ്യനെ ഊട്ടാൻ പഠിക്കണം. അതിന് മനസ്സിൽ നന്മ നിറഞ്ഞ സാധനം വേണം. എങ്കിലേ മനുഷ്യനാവും. അർജുനെ, കഴിഞ്ഞ കാര്യങ്ങളും പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഈ പണത്തിന്റെ മൂല്യം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഈ പൊതി അതിന് സാക്ഷിയാ. ഇനി അവര് പട്ടിണി കിടക്കരുത്. അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാനാവോ
അതൊക്കെ ഞാൻ ചെയ്യാം. എന്തിന് നിങ്ങൾ എത്ര ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാലും അവര് നമുക്ക് തന്ന അരിയോളം തരുമോ? കാരണം അവർ നീട്ടുന്നത് മനസ്സിലെ സ്നേഹമാണ്, ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. നിങ്ങൾ നീട്ടുന്നത് വെറൊരു പ്രായശ്ചിത്തം.